ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ഞാൻ വീട്ടിലുണ്ട്. ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാമൊന്നുമില്ല, ഇന്നിവിടെ റെസ്റ്റാണ്. വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും പറയേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ എൻ്റെ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. യൂട്യൂബിൽ എവിടെയെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് ലൈക്ക് ചെയ്താക്കണേ. ഒരു ലൈക്കും ഇല്ല, ഒരു സബ്ബും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പറയാം. കാര്യം ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ ചെറുതായിട്ട് എൻ്റെ ഹിപ്പിൽ, അതായത് നമ്മളെ നടുഭാഗത്ത് ചെറിയ ഒരു വേദന വന്നിരുന്നു. അതിൽ നടക്കാനൊക്കെ പറ്റും, വലിയ അസ്വസ്ഥതകളൊന്നുമില്ല. കുറേ നേരം നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയും കഴപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. ഞാനതത്ര വലിയതായിട്ട് മൈൻഡ് ചെയ്തൊന്നുമില്ല. പിന്നെ കുറേ വർഷം, കുറേ നാൾ എൻ്റെ ഞാൻ ചികിത്സയോ അങ്ങനെയൊന്നും പോയൊന്നുമില്ല. എന്തെങ്കിലും എണ്ണയൊക്കെ ഇടും, അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും. ഇതൊക്കെ ആയിരുന്നു സ്ഥിരം പരിപാടി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയും ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പുള്ളിയുടെ ചികിത്സ നടത്താമെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിയെ പോയി കണ്ടു. കണ്ടപ്പം പുള്ളി പറഞ്ഞു, പിന്നെ ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എക്സ്റേ ഒക്കെ എടുത്തു. അടുത്ത ദിവസം എക്സ്റേ ഒക്കെ ആയിട്ട് ചെന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഇതിനകത്ത് ഡിസ്കിൽ ചെറിയ തേയ്മാനമുണ്ട്, അതാണ് ഈ വേദന എന്നൊക്കെ പറഞ്ഞ് ഗുളികകളൊക്കെ തന്നു. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങളോളം ഈ ഗുളികകളൊക്കെ കഴിച്ച്, അതിനകത്ത് പെയിൻ കില്ലറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും വേദനയൊക്കെ പോയി. പിന്നെ ഞാനത് വലുതായിട്ട് മൈൻഡ് ചെയ്തൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ നാളങ്ങനെയും അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എനിക്ക് വീണ്ടും ഇത് സഹിക്കാൻ പറ്റാത്ത വേദനയിലുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ പുള്ളിയുടെ അടുത്തോട്ട് പോയില്ല, ഞാൻ വേറെ ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഇത് കണക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. നോക്കിയപ്പോൾ അതിനകത്ത് യൂറിക് ആസിഡ് കൂടുതലായിരുന്നു. അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനായിട്ട് പുള്ളി ഒരു 3 മാസമോ 2 മാസം കൊണ്ടൊക്കെ അതിനുള്ള ഗുളികകളൊക്കെ തന്നു. ഞാൻ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനായിട്ട് കുറേ നാൾ ആ ഗുളികകൾ കഴിച്ചു. അങ്ങനെയും പോയി കുറേ നാൾ. അങ്ങനെ എന്നിട്ടും ഇതിനൊരു അവസാനമില്ല. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. പിന്നെ എനിക്ക് ഒട്ടും എഴുന്നേക്കാനും ഇരിക്കാനും, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പാടാന്ന്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോയി. ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്തും ഞാൻ ചികിത്സകളൊക്കെ നടത്തിയിട്ടൊന്നും എനിക്കൊരു കുറവില്ല. അതൊന്നപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ഒരു MRI സ്കാൻ എടുത്ത് നോക്കാം, അതാകുമ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടറെ ആദ്യം സമ്മതിച്ചതൊന്നുമില്ല. പിന്നീട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, MRI സ്കാൻ എടുത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ തന്നെ അടുത്തുള്ള ഒരു സ്കാൻ സെൻറ്ററിൽ പോയി MRI സ്കാൻ എടുത്ത് നോക്കി. അതിനുശേഷം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് അതിനകത്ത് അപ്പോഴേ തന്നെ അവർ അത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് റിപ്പോർട്ട് വന്നല്ലോ, അതിനകത്ത് ഡിസ്ക് ബൾജാണ് എൻ്റെ പ്രശ്നം. അതായത് നമ്മുടെ ഡിസ്ക് ഇങ്ങനെ തള്ളി വന്നിട്ട് നമ്മുടെ ഞരമ്പുകളിലൊക്കെ ഒന്ന് തട്ടിയിട്ട് ഞരമ്പെല്ലാം ബ്ലോക്കായി നമുക്ക് നടുവിന് താഴോട്ടൊക്കെ നല്ല വേദനയിരിക്കും. അങ്ങനെ പുള്ളിയുടെ എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് വേറെ ഒരു വലിയ ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലെ ചികിത്സയിലാണിപ്പോൾ. അപ്പോൾ അത് 1 മാസം വരുന്നത്, അവർ പറഞ്ഞ് കുറേ നാളെടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വേദന ഇപ്പോഴും ഉണ്ട് എനിക്ക്. വല്ലാത്തൊരവസ്ഥ. നമുക്ക് വേറെ എന്തിനൊന്നും പോകാനോ പുറത്തോട്ടൊന്നും പോകാനോ ഇറങ്ങാനോ ഒന്നും നടക്കത്തില്ല. ഇത് കാരണം നമുക്കൊന്നിനും ഒരു ഇത് കാണത്തില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ, ചെറിയ രീതിയിലുള്ള പെയിൻ നിങ്ങളുടെ നട്ടെല്ല് വരെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട്
ചികിത്സ നടത്തേണ്ടതാണ്. കാര്യം ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാവും. കാര്യം ബൾജ് ചെയ്ത് ഇത് പുറത്ത് വന്നിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്ലീഡിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സർജറി ചെയ്ത് ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പെയിനാണ് അതിങ്ങനെ സഹിച്ച് ഞാനിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ് കുറച്ച് സമയം എടുക്കും ഇത് തീരാനെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ എക്സസൈസൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ അത് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര വേദന. ഇനിയിപ്പം 2 ദിവസമൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ പോയി കാണണം. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനോ പോകാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ഫോണൊക്കെ എടുത്ത് കാണും. ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാം. എന്തായാലും കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.